നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നയപ്രഖ്യാപനത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി. സമസ്ത മേഖലയിലും മുന്നേറ്റം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായി. പാർലമെന്റിൽ നാരീശക്തിയുടെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി. മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപടഭക്തന്മാര് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശബരിമലയെ തകർക്കാൻ ശ്രമമെന്ന് ദേവസ്വം മന്ത്രി. ചിലരുടെ സമരം പ്രത്യേക ലക്ഷ്യത്തോടെ. മാലയൂരി മടങ്ങിയത് കപടഭക്തരെന്നും കെ രാധാകൃഷ്ണൻ. രാഷ്ട്രീയ അജണ്ട പരിശോധിച്ചോളൂ എന്ന് പ്രതിപക്ഷം. ഭക്തരുടെ മടക്കം മാനസിക വിഷമത്തോടെയെന്ന് BJP. റബ്ബർ കർഷകർ വിലങ്ങുതടി കേന്ദ്രമെന്ന് മന്ത്രി P. പ്രസാദ്. ഒന്നാം പ്രതി കേന്ദ്ര സർക്കാർ എന്ന് VD സതീശൻ. സംസ്ഥാനം ഒന്നും ചെയ്യാതെ കേന്ദ്രത്തെ പറയുന്നത് ശരിയോ എന്ന് മോൻസ് ജോസഫ്. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. വോട്ടർമാരുടെ KC വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും KC മത്സരിക്കുന്നതിനോട് താല്പര്യമാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന് കൊടിക്കുന്നിൽ. പട്ടികജാതിക്കാരന് KPCC അധ്യക്ഷ സ്ഥാനം എളുപ്പമല്ല. തന്നെക്കാൾ ജൂനിയർ ആയവർക്ക് വലിയ പദവികൾ കിട്ടി. സാഹചര്യം അല്ല. ഇവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോൻസ് ജോസഫിനെതിരെ കേരള കോൺഗ്രസ് M. ജോസഫ് ഇടതുപക്ഷ മുന്നണി MLA ആയിട്ടല്ലേ 1996 ജയിച്ചത്. അദ്ദേഹം മന്ത്രിയായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലല്ലേ അദ്ദേഹം മന്ത്രിയായത്. ഇപ്പം വലിയ ഒരു UDFന്റെ അപ്രസ്ഥാനം. UDFിൽ നമ്മൾ പറഞ്ഞല്ലോ, UDF കേരള കോൺഗ്രസ് എന്ന് കൈവിട്ടോ അന്ന് UDFന്റെ പതനായി. ന്യൂസ് 18 അഭിമുഖം. ജോസഫ് വിഭാഗത്തിന്റെ ജാള്യത മറയ്ക്കാൻ. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തന്നെയെന്നും ജോബ് മൈക്കിൾ MLA. UDFിൽ ഉഭയകക്ഷി ചർച്ച തുടരുന്നു. വൈകിട്ട് ലീഗുമായി ചർച്ച. ED കുരുക്കിൽ ഹേമന്ത് സോറൻ. ചോദ്യം ചെയ്യൽ തുടരുന്നു. അറസ്റ്റിന് സാധ്യത. ജാർഖണ്ഡിൽ ക്രമസമാധാനത്തിന് 3-അംഗ സമിതി. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി JMM പ്രവർത്തകർ. 14 പേരുടെ ടീമാണ് പോയത്. പിന്നെ ഒരു മണ്ണാർക്കാട് നിന്നും പിന്നെ RRTയുടെ ടീമിൽ നിന്നും അവർ കൃത്യമായിട്ടുള്ള ഒരു ഹെൽപ്പിങ്ങിലൂടെ താഴെ. അട്ടപ്പാടി കാട്ടിലകപ്പെട്ട പോലീസ് സംഘം തിരിച്ചെത്തി. വഴിതെറ്റി കുടുങ്ങിയത് കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് മടങ്ങവേ. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 14 വർഷം തടവ് ശിക്ഷ. 10 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. ഖജനാവിലെ പാരിതോഷികങ്ങൾ വിറ്റ കേസിൽ ശിക്ഷ വിധിച്ച ഇസ്ലാമാബാദ് ഹൈക്കോടതി. ഭാര്യയ്ക്കും അതേ ശിക്ഷ. പുതിയ ഭാരതത്തിന്റെ ഉദയത്തിന് തുടക്കമായി എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വനിതാ സംവരണ ബില്ലും മുത്തലാഖ് നിരോധനവും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും അടക്കം സർക്കാരിന്റെ വികസന നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമായി. ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. इस नए सदन भवन में ये मेरा पहला संबोधन है. നയപ്രഖ്യാപന പ്രസംഗത്തിനായി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ചെങ്കോലുമായാണ് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 മാസത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു വർഷത്തിനിടയിൽ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാനായി. രാജ്യം വികസന പാതയിലാണെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. മുത്തലാഖ് നിരോധിച്ചതും 3 പതിറ്റാണ്ടിന് ശേഷം വനിതാ സംവരണ ബിൽ നടപ്പാക്കിയതും ചരിത്ര നേട്ടമായി. ജമ്മു കശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമായി. വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.5% മുകളിലാണ്. 25 ലക്ഷം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. G20 ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമായി.
ചന്ദ്രയാൻ ദൗത്യവും പ്രസംഗത്തിൽ രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. चंद्रमा के दक्षिण ध्रुव पर झंडा फहराने वाला पहला देश बना. भारत ने सफलता के साथ आदित्य मिशन लॉन्च किया. धरती से 15 लाख किलोमीटर दूर अपनी सैटेलाइट पहुंचाई. രാജ്യത്തിന്റെ ധനക്കമ്മി നിയന്ത്രണ വിധേയമാണ്. ഡിജിറ്റൽ ഇന്ത്യ ആയിരങ്ങളുടെ ജീവിതം എളുപ്പമാക്കി. വിമാന ട്രെയിൻ യാത്രാ നിരക്കുകൾ കുറഞ്ഞു. 1003 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. വന്ദേ ഭാരത് വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണ്. വിദേശ നിക്ഷേപം ഇരട്ടിയായി. GST നൽകുന്നവരുടെ എണ്ണം കൂടി. ഭീകരതയ്ക്ക് ശക്തമായ മറുപടി നൽകുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഉണർവുണ്ടായെന്നും ദ്രൗപദി മുർമു വിശദമാക്കി. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി അവതരിപ്പിക്കുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ. ഈ ബജറ്റ് സമ്മേളനം നാരീശക്തിയുടെ ഉത്സവമെന്ന പ്രധാനമന്ത്രി. വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചത് ചരിത്ര നീക്കമായി എന്നും സ്ത്രീ ശക്തിയുടെ പ്രകടനമാണ് എന്നും മോദി പറഞ്ഞു. പ്രതിപക്ഷ ശബ്ദം ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കായി ഉയരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. नारी शक्ति के संकल्प की शक्ति को अनुभव किया और आज बजट सत्र का आरंभ हो रहा है, तब राष्ट्रपति द्रौपदी मुर्मू जी का मार्गदर्शन और कल निर्मला सीतारामन जी के द्वारा इंटरिम बजट एक प्रकार से ये नारी शक्ति के साक्षात्कार का पर्व है. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ആഗ്രഹമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ആയതിനാൽ നേതാക്കൾ ഇത് പരസ്യമാക്കുന്നില്ല എന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. KC വേണുഗോപാൽ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലൂടെ വന്നാൽ, ഇത്തവണ മത്സരിക്കാൻ വന്നാൽ കേരളത്തിൽ ഒരു ഊർജ്ജം കിട്ടില്ലേ? UDF-ന് ഒന്നുകൂടെ സാധ്യത വർദ്ധിപ്പിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടത് KC വേണുഗോപാലും പാർട്ടി ദേശീയ നേതൃത്വമാണ്. അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ KC വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും KC വരെ മത്സരിക്കുന്നതിനോട് താല്പര്യമാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഇവിടുത്തെ താഴത്തുള്ള പ്രവർത്തകരുടെ തീരുമാനമല്ലല്ലോ അന്തിമമായി വരേണ്ടത്. അതുകൊണ്ട് ആരും അങ്ങനെ ഓപ്പണായി പറയുന്നില്ലെന്നേ ഉള്ളൂ. KPCC അധ്യക്ഷനാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിട്ടുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. ഇക്കാര്യത്തിൽ ഇനി അഭിപ്രായം പറയാൻ പേടിയാണ് എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. അല്ല, ഞാനിപ്പോൾ ഇതിനൊക്കെ താങ്കളോട് മറുപടി പറഞ്ഞാൽ എനിക്കെതിരായിട്ട് സൈബർ ആക്രമണങ്ങൾ ഒരുപാട് വരും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം പലപ്പോഴും പല ചാനലുകളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എന്നെ ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ തെറി അഭിഷേകം വരെ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായി. നിങ്ങൾ ചോദിക്കും KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടോ, ആകേണ്ടതല്ലേ? ആഗ്രഹമുണ്ട്, പക്ഷേ ആയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ താങ്കളോട് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന പ്രതികരണങ്ങൾ അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായ പ്രതികരണങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ഇത്തരം ചർച്ചകൾ തുറന്നു പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
തന്നേക്കാൾ ജൂനിയർ ആയവർക്ക് പാർട്ടിയിൽ വലിയ പദവികൾ കിട്ടിയിട്ടുണ്ട് എന്നും കൊടിക്കുന്നിൽ. ആദ്യമായി ജയിച്ചവർക്ക് പോലും മന്ത്രിസ്ഥാനം കിട്ടി. ജാതിമത സമവാക്യം പാലിക്കേണ്ടി വന്നതുകൊണ്ടാകും ഒഴിവാക്കപ്പെട്ടത്. തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് കണ്ട് സോണിയാഗാന്ധി പ്രത്യേക താൽപര്യം എടുത്താണ് രണ്ടാം UPA സർക്കാരിന്റെ അവസാന കാലത്ത് മന്ത്രിയാക്കിയത്. പരാതി പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ 1989 MB ആയി അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ രണ്ടാം UPA ഗവൺമെൻറ്റിൽ അവസാനത്തെ 1.5 വർഷം ഞാൻ മന്ത്രിയാവുന്നത്. പക്ഷേ എനിക്ക് ശേഷം വന്ന പലരും എനിക്ക് മുമ്പേ മന്ത്രിയാകുകയും പാർട്ടിയിൽ വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല പദവികളിലും PCC അധ്യക്ഷന്മാരായിട്ടൊക്കെ പല പദവികളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്നിട്ട് ഞാനന്ന് മന്ത്രിയാകാൻ എന്നെ പരിഗണിച്ചപ്പോൾ അവിടുന്ന് AK ആന്റണി മന്ത്രിയായി, വയലാർ രവി ഇവിടെ കേരളത്തിൽ AK ആന്റണി മന്ത്രിയായി, വയലാർ രവി മന്ത്രിയായി, മുല്ലപ്പള്ളിയായി, ശശി തരൂരായി, KV തോമസായി, പിന്നെ E അഹമ്മദ് ലീഗിൽ നിന്നായി, ഇങ്ങനെ ഒരു വലിയ നിര വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ ഞാൻ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ സോണിയാജിക്ക് തോന്നി സുരേഷിനെ മാറ്റി നിർത്തുന്നത് ശരിയില്ല, ഒരു അവസാനങ്ങളിൽ ഒരു ചാൻസ് കൊടുക്കണം എന്ന് മാഡത്തിന് തോന്നിയത് കൊണ്ടാണ്, സോണിയാജിക്ക് തോന്നിയത് കൊണ്ടാണ് അവസാനം ഒരു 1.5 വർഷം മന്ത്രിസഭാ പുനഃസംഘടനയിൽ എനിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ട് ഒരു പരിഭവം എനിക്കുണ്ടായില്ല, ഒരു പരാതിയും ഞാൻ സോണിയാജിയോടോ അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജിയോടോ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ പാർട്ടിയിൽ പലതരത്തിലുള്ള പുനഃസംഘടനകൾ നടക്കുമ്പോൾ ജൂനിയറായ പല ആളുകളും PC അധ്യക്ഷന്മാരായിട്ടുണ്ട്, അതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പല പദവികളിലും വന്നിട്ടുണ്ട്. പക്ഷേ അതെപ്പോഴും ഞാനൊരു പരാതിയോ പരിഭവമോ ഒന്നും നേതൃത്വത്തിൽ പറഞ്ഞില്ല. എന്നെ ഒഴിവാക്കി, എന്നെ മാറ്റി നിർത്തി, എനിക്ക് അവസരം തന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പട്ടികജാതിക്കാരന് KPCCയുടെ നേതൃതലത്തിൽ എത്തുക എളുപ്പമല്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ്. പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്ത് ദളിതനോ പട്ടികജാതിക്കാരനോ എത്താൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല. പട്ടികജാതിക്കാരൻ KPCC അധ്യക്ഷനായാൽ കോൺഗ്രസിന് കേരള സമൂഹത്തിൽ ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാവില്ല. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വിപ്ലവകരമായ നടപടിയാകും എന്നും കൊടിക്കുന്നിൽ ന്യൂസ് 8 പറഞ്ഞു. പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന SC ST വിഭാഗങ്ങളെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസിന് 26 MLA-മാരുണ്ട്. 26 MLA-മാരുടെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തമിഴ്നാട് പോലുള്ളൊരു സംസ്ഥാനത്ത് ഇപ്പോഴും ജാതി വിവേചനവും മറ്റൊക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല, സ്കൂളിൽ കൂടെ ഇരുത്തുന്നില്ല. അവിടെ സെൽവ പെരുന്തുകൈ എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ, CLP ലീഡർ. ഇപ്പുറത്തോട്ട് കർണാടകത്തെ ഒരു സ്റ്റേറ്റിലോട്ട് വന്നാൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ കർണാടകത്തിൽ നിന്ന് KPC പ്രസിഡൻ്റായും നിരവധി പാർട്ടി പദവി വഹിച്ച് പ്രതിപക്ഷ നേതാവ് ഇരുന്നേറ്റ് ദേശീയ നേതൃത്വത്തിൽ വന്നയാളാണ്. അദ്ദേഹം ദളിതനാണ്. അവിടെ തന്നെ പരമേശ്വര എന്ന് പറയുന്ന ആൾ KPC പ്രസിഡൻ്റായിരുന്നു. പിന്നെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന ഭട്ടി വിക്രമാർക്ക് അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിലായിരുന്നാലും കർണാടകത്തിലായിരുന്നാലും തെലങ്കാനയായിരുന്നാലും അതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നാലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നു. പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവർക്ക് വരാൻ കഴിയുന്നു. പക്ഷേ കേരളത്തിൽ അതിന് പറ്റിയ സാഹചര്യം അല്ല. ഇവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞ ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. KPCC അധ്യക്ഷനായിട്ട് ഒരു പിന്നോക്കക്കാരൻ, ഒരു പട്ടികജാതിക്കാരൻ വന്നാൽ കോൺഗ്രസിനോടുള്ള കേരള സമൂഹത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഇതുവരെ കിട്ടിവരുന്ന പിന്തുണയിൽ എന്തെങ്കിലും കുറവുണ്ടാകും, അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അത് അങ്ങനെ വന്നാൽ അതൊരു വിപ്ലവകരമായ തീരുമാനമായിരിക്കും. കേരളത്തിലൊരു വിപ്ലവകരമായി തീരുമാനിക്കുക, അത് വലിയ ചലനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് ലീഗ് നേതൃത്വവുമായി UDF നേതാക്കൾ ചർച്ച നടത്തും. ഒരു സീറ്റ് അധികമായി വേണമെന്ന നിലപാടിലാണ് ലീഗ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ, UDF കൺവീനർ M. ഹസൻ തുടങ്ങിയ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ
കന്റോൺമെന്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. നിയമസഭ നടക്കുന്നതിനാൽ വൈകുന്നേരം ആകും UDF ഉഭയകക്ഷി ചർച്ച. ഇന്ത്യ മുന്നണിയെ പരിഹസിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുന്നണി നിലവിൽ വന്ന് ഇത്ര നാളായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഏത് പാർട്ടി എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. മുന്നണിയുടെ പേര് മാറ്റാൻ ശ്രമിച്ചിരുന്നതായും നിതീഷ് കുമാർ പറഞ്ഞു. हम तो नाम भी कह रहे थे कुछ दूसरा उन लोगों को, अब वो अपना कर दिया था। हम तो बोल दिए थे कि नाम ठीक नहीं है, तो अपना कर दिया, तो हम कहे ठीक है। अब बाद में हालत देख न लिए, हम तो कितना कोशिश कर रहे थे, एक काम करवे नहीं किया, एक काम नहीं कर रहा था। आज तक तय किया कि कौन पार्टी कितना लड़ेगी, कुछ नहीं। हम तो फिर छोड़ दिए कि भाई छोड़ो भाई, और छोड़ करके हम अपना आ गए। तो जिनके साथ हम पहले से थे उनके साथ आ गए, अब सब दिन हम इधरे रहेंगे। हम आप सोच लीजिए, खाली बिहार के विकास के काम में लगे रहेंगे सबके हित में, और आप लोगों का भी नमन करते हैं। കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അല്പസമയത്തിനകം റാഞ്ചിയിലെ വസതിയിൽ ED ചോദ്യം ചെയ്യും. അതിനു മുന്നോടിയായി സംസ്ഥാനത്തെ ക്രമസമാധാനം ഉറപ്പാക്കാൻ ധനകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 3-അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ജാർഖണ്ഡ് സർക്കാർ നിയോഗിച്ചു. സോറനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കങ്ങൾ. പാർട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റിന് എതിരായ ED അന്വേഷണത്തിൽ പ്രതിഷേധിച്ച് JMM പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. റാഞ്ചിയിലെ മൊറാബാദി ഗ്രൗണ്ടിൽ ഒത്തുകൂടിയ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യും. സോറനെ അറസ്റ്റ് ചെയ്താൽ പകരം ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനാണ് ആലോചന. ഈ മാസം ആദ്യം തന്നെ ഗണ്ടേ സീറ്റിലെ MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ചിരുന്നു. കൽപ്പനയ്ക്ക് മത്സരിക്കാനുള്ള മുന്നൊരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ഖജനാവിലെ പാരിതോഷികങ്ങൾ വിറ്റ കേസിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യയ്ക്കും 14 വർഷം തടവ് ശിക്ഷ, 787 ദശലക്ഷം പാകിസ്ഥാനി രൂപ പിഴയും വിധിച്ചു. ഇസ്ലാമാബാദ് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതോടെ 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട്. പ്രധാനമന്ത്രിയായിരിക്കെ വിദേശത്ത് നിന്ന് ലഭിച്ച 14 കോടി രൂപയുടെ പാരിതോഷികങ്ങൾ വിറ്റതാണ് ഇമ്രാന് വിനയായത്. സമ്മാനങ്ങൾ ഖജനാവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വാങ്ങിയ ശേഷം മറിച്ചു വിറ്റു എന്നാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രേഖകൾ പരസ്യമാക്കിയ കേസിൽ ഇമ്രാൻഖാനെ 10 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. അടുത്ത മാസം 8-ാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ശിക്ഷാവിധികൾ പുറപ്പെടുവിച്ചത്. മോൻസ് ജോസഫ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലെ പ്രതികരണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് MLA ജോബ് മൈക്കിൾ ജോസ് വിഭാഗത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് ജോസ് കെ മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ജോബ് മൈക്കിൾ പറഞ്ഞു. ജോസ് കെ മാണി വിഭാഗത്തെ UDFൽ നിന്ന് പുറത്താക്കിയതിന്റെ പാപഭാരം കൊണ്ടാണ് പുതിയ പ്രതികരണങ്ങൾ. മോൻസ് ജോസഫ് മന്ത്രിയായതും ആദ്യമായി MLA ആയതുമെല്ലാം LDF പാളയത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള മോൻസ് UDFന്റെ അപ്പോസ്തലൻ ആകാൻ ശ്രമിക്കേണ്ട. കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിക്കും, മറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്നും ജോബ് മൈക്കിൾ ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയം ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരള കോൺഗ്രസിന്റെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വിഴുപ്പലക്കലുകൾ കൂടി വഴിമാറുകയാണ്. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചത് തോമസ് ചാഴിക്കാടൻ തങ്ങൾക്ക് സ്വീകാര്യനായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നില്ല, മുന്നണി മര്യാദ കൊണ്ട് മാത്രമാണ് അന്ന് KM മാണിയുടെ തീരുമാനത്തെ അംഗീകരിച്ചതെന്നാണ്. എന്നാൽ ഇതിൽ പ്രതികരണവുമായി ജോസ് കെ മാണി വിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നു. ജോബ് മൈക്കിൾ MLA നമ്മളൊപ്പം ചേരുന്നു. ശ്രീ ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസ് ജോസ് വിഭാഗം അതിരൂക്ഷമായ വിമർശനമാണ്. ഈ UDF മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയായിരുന്നു, കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്, മുന്നണിയിൽ നിന്ന് മാറരുത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? UDF ഞങ്ങളെ പുറത്താക്കിയതാണല്ലോ. അന്ന് എല്ലാ മാധ്യമങ്ങളിലും പത്രവാർത്തയെല്ലാം പറഞ്ഞ ബെന്നി ബെഹനാൻ ഞങ്ങളെ പുറത്താക്കി. ഞങ്ങൾ UDFൽ നിന്ന് പുറത്തായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നു. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നു. അപ്പൊ ഇപ്പം UDFന്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഞങ്ങളെ പുറത്താക്കിയത് തെറ്റായിപ്പോയെന്നാണല്ലോ അവരെല്ലാം എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രസ്താവന നടത്തി. അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ UDFൽ നിന്ന് പുറത്താക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നു.
അതിന്റെ പാപഭാരമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നത്. അല്ല, താങ്കൾ അങ്ങനെ പറയുമ്പോൾ മോൻസ് ജോസഫ് പ്രതികരിച്ചത് മറിച്ചുള്ള, അതായത് LDF-നൊപ്പം പോകാമെന്ന അജണ്ട ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ കൃത്യമായി അതിനൊരു കാരണമുണ്ടാക്കി തങ്ങൾ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും UDF വിട്ടത് എന്നാണ്. ഈ മോൻസ് MLA ആയത് 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ നിന്ന് ഇവിടെ മത്സരിക്കുകയും MLA ആകുകയും മന്ത്രിയാകുകയും ചെയ്ത ആളാണ് മോൻസ്. ഇപ്പൊ മോൻസിന് എന്ന് പറഞ്ഞിട്ടാണ് ഇടതുപക്ഷം അത്ര മോശമാണെന്ന് തോന്നലുണ്ടായത്? മോൻസ് ജോസഫ് എന്ന് പറയുന്നത് എന്നോടൊപ്പം ഞാൻ KIC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ KICയുടെ പ്രസിഡന്റായിരുന്നു. ആ പാരമ്പര്യമുള്ള മോൻസിന്. അപ്പം ഞങ്ങളൊക്കെ സമകാലികരാണ്. അപ്പം 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അവിടെ ആദ്യം 96 MLA ആയി. അതിനുശേഷം 2001 ഇടതുപക്ഷ മുന്നണി ഇന്ന് തോറ്റു. അത് കഴിഞ്ഞ് 2006 നടന്ന ഇലക്ഷൻ ജയിച്ചു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA ആയി. ഇതൊക്കെ MLA ആയതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലല്ലേ, അല്ലാതെ വേറൊരു മുന്നണിയിലല്ലല്ലോ. ഇപ്പോഴല്ലേ UDF-ലേക്ക് വന്ന MLA ആയത്. അതിന് മുമ്പെല്ലാം പുള്ളി MLA ആയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് PA ജോസഫും മോൻസും ഒക്കെ മന്ത്രിയായത് ഇടതുപക്ഷ മുന്നണിയിലാണ്. ഇപ്പൊ അവരാ പറയുന്നതിന് അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾ മുന്നണിയിൽ അസംതൃപ്തരാണ്. അതായത് LDF-നൊപ്പം തുടരുന്നതിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ എന്താണ് വസ്തുത? അവരുടെ അകത്താണല്ലോ 8 10 സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിലല്ലേ ഇപ്പൊ ഒത്തിരി സ്ഥാനാർത്ഥികൾ, അവരുടെ ജില്ലാ പ്രസിഡന്റ്, ബാക്കി ഭാരവാഹികളെല്ലാം PC തോമസ് ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിരിക്കുകയല്ലേ. ആ ജാളിത മറയ്ക്കാൻ വേണ്ടിയാണ് അവര് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ദുഷ്ടലാക്കോട് കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. ജോസ് കെ മാണി നേതൃത്വത്തിൽ ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള ഈ പാർട്ടി ഉറച്ച് നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് മന്ത്രിയുണ്ട്, MLA-മാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ ജോസഫ് ഗ്രൂപ്പിന് എന്തുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ തോമസ് ചാഴിക്കാടന് പകരം ജോസ് കെ മാണി തന്നെ കോട്ടയത്ത് മത്സരിക്കണമെന്ന ഒരു അഭിപ്രായം ഒരു വിഭാഗം ശക്തമാക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിൽ ജോബ് മൈക്കിളുടെ നിലപാടെന്താണ്? ഇവിടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനാണ്. ജോസ് കെ മാണി ഓൾറെഡി ഇപ്പൊ MP ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേറെ MP സ്ഥാനത്തിന് ഇപ്പൊ ആവശ്യമില്ല. ഇപ്പൊ അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്, പാർട്ടിയുടെ ചെയർമാനാണ്. അപ്പൊ ഇവിടെ വേറെ ഏതെങ്കിലും പാർട്ടി പറയുന്നതല്ലല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. അല്ല, ഉന്നതാധികാര സമിതി അംഗം തന്നെയായ ഒരാളാണ് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുമായി ഒറ്റപ്പെട്ട അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. അത് ഒറ്റപ്പെട്ട അഭിപ്രായമില്ലേ, അതിനൊന്നും വലിയ വിലയില്ല. അത് പലർക്കും പല അഭിപ്രായം കാണും. പക്ഷെ അതില്ല, പാർട്ടി ഇതെല്ലാം കറക്റ്റായിട്ട് ഒരു സ്ഥാനാർത്ഥി തോമസ് ചാഴികാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. നല്ല ഉന്നതമായിട്ടുള്ള വിജയം, സുനിശ്ചിതമായിട്ടുള്ള വിജയം, വൻ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ തോമസ് ചാഴികാടൻ വിജയിച്ചു വരും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എവിടെ ചെന്നോ അവിടാണ് വിജയം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എവിടാണ് ചെന്നത് അവിടാണ് വിജയം. പക്ഷേ പാലായിൽ ആ വിജയം ഉണ്ടായില്ല എന്നാണ് അവർ എടുത്തു പറയുന്നത്. അത് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് മുന്നണി വിട്ടതിന്. UDF നിന്നപ്പോഴും പാലായി തോറ്റല്ലോ. UDF നിന്നപ്പോഴും പാലായി തോറ്റല്ലോ. അത് ഈ മോൻസിനെ പോലുള്ള ആളുകളുടെ കുത്സിത പ്രവർത്തനം കൊണ്ടാണ് അന്നത്തെ തോൽവി. കോൺഗ്രസും പാർട്ടിയും ഇതുപോലുള്ള കുറെ ആളുകളുടെ കൂട്ടി നിന്ന് നടത്തിയ കുത്സിത പ്രവർത്തനമാണ് UDF നിന്നപ്പം തോറ്റത്. അപ്പോൾ താങ്കൾ പറയുന്നത് PM മാത്യു കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് ഒറ്റപ്പെട്ട പ്രസ്താവനയായി കണ്ടാൽ മതി, അല്ലാണ്ട് ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല എന്നാണോ? അതെ, അതൊക്കെ ഒറ്റപ്പെട്ട പ്രസ്താവനയായി കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങളുടെ നിലപാടിൽ, അതായത് ജോസഫ് വിഭാഗം മുമ്പോട്ട് വെക്കുന്ന ജോസഫ് ഇവിടെ ഉള്ളത് അവരുടെ പാർട്ടിക്ക് അത് അഭിപ്രായം വല്ലതും ഉണ്ടോ? അവരുടെ അകത്തുള്ള അടി എല്ലാം പുറത്ത് കാണിക്കാൻ വേണ്ടി ഈ മോൻസ് ജോസഫ് ഇടതുപക്ഷ മുന്നണി MLA ആയിട്ടല്ലേ 1996 ജയിച്ചത്. അദ്ദേഹം മന്ത്രിയായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിലല്ലേ അദ്ദേഹം മന്ത്രിയായത്. ഇപ്പം വലിയ ഒരു UDF-ന്റെ അപ്പസ്തോലം. UDF-ൽ നമ്മൾ പറഞ്ഞല്ലോ, UDF കേരള കോൺഗ്രസ് എന്ന് കൈവിട്ടോ അന്ന് UDF-ന് പതനായി. UDF കാണിച്ചത് തെറ്റാണ്. തെറ്റായ രീതിയിലാണ് ഞങ്ങളെ പുറത്താക്കിയത്. ഞങ്ങളെ പുറത്താക്കി. അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച
ശക്തികൾ ആരാന്ന് ഇപ്പം മനസ്സിലാകുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു അവസരം, അതായത് താങ്കൾ തന്നെ പറയുന്നു നിങ്ങൾ തിരിച്ചു വരണം, അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു നിലപാട് UDF-ലെ പല നേതാക്കൾക്കുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഇനി അങ്ങനെ ഒരു തിരിച്ചു പോക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞങ്ങൾക്ക് ഇപ്പം നല്ലൊരു മുന്നണി ഉണ്ടല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നല്ല വിജയം ഞങ്ങൾക്കുണ്ടായല്ലോ. ആ മുന്നണി ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിക്കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, ഞാൻ പറയുന്നത് കൊടിവെച്ച കാറിൽ കറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഗുണമൊന്നും മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് മോൻസ് ജോസഫ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പ്രതികരിച്ചത്. ഉദ്ദേശിച്ചെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കറിയാലോ, ജലജീവൻ പദ്ധതിയിൽ കൂടി കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെള്ളം നിങ്ങൾക്കറിയാലോ, വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മണ്ഡലത്തിൽ പോലും 480 കോടി രൂപയുടെ വർക്കാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൂടി റോഷി അഗസ്റ്റിൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചങ്ങനാശ്ശേരിക്ക് വേണ്ടി നേടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുക. അല്ല, ഒരു ചോദ്യം കൂടി അവസാനമായി. ഈ ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. പാർട്ടി ചെയർമാൻ പറഞ്ഞ എന്താണോ ആ പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിനും ഞങ്ങൾ MLA-മാരും MP-യും പാർലമെന്റ് പാർട്ടിയില്ല, ഒറ്റക്കെട്ടാണ്. അതിനകത്തൊരു അവസരവും ഇല്ല. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തെ കൂടെ പ്രതികരിച്ചു. തോമസ് ചാഴിക്കാടിനെതിരെ വിമർശനമുന്നയിച്ച മുതിർന്ന അംഗം പ്രൊഫസർ PM മാത്യുവിനെതിരെ പാർട്ടിയിൽ അമർഷം പുകയുന്നു. ജോസഫ് ഗ്രൂപ്പിന് അനുകൂലമാണ് മാത്യുവിന്റെ നിലപാടെന്നാണ് ആരോപണം. മാത്യുവിനെതിരെ നടപടി വേണമെന്നും ആരോപണമുണ്ട്. ഉന്നതാധികാര സമിതി അംഗം PM മാത്യു കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് തോമസ് ചാഴിക്കാടന് കോട്ടയം സീറ്റിൽ വിജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞത്. ജോസ് കെ മാണി മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. KM മാണിയെ പോലെ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വം വേണ്ട പോലെ പ്രതികരിക്കുന്നില്ലെന്നും നേരത്തെ PM മാത്യു പറഞ്ഞിരുന്നു. ഇതോടെയാണ് മാത്യുവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. തന്നെ രാഷ്ട്രീയമായി സംരക്ഷിക്കുകയോ അഭയം നൽകുന്നവരെയോ ഒക്കെ അവഹേളിക്കാൻ വേണ്ടിയും പുലഭ്യം പറയാൻ വേണ്ടിയും കാലാകാലങ്ങളായി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് കഴിയുന്ന ഒരാളാണ് PM മാത്യു. അദ്ദേഹം ഇപ്പോൾ നാക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ശ്രീ PJ ജോസഫിനാണ്. അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷ മുന്നണിയെയും കേരള കോൺഗ്രസ് പാർട്ടിയെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പരസ്പര ബന്ധമില്ലാത്ത പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം മിസ് കോൾ അടിച്ച് പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി മെമ്പറായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പാർട്ടിയുടെ അഭിപ്രായം പറയുന്ന എന്നെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, PM മാത്യുവിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ അടിയന്തരമായി പുറത്താക്കി ചാണകവെള്ളം തളിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. PM മാത്യുവിനെ നേരിൽ കണ്ട് ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് നല്ലതല്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും മാത്യുവിനെതിരെ എന്ത് നടപടി ജോസ് കെ മാണി സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ന്യൂസ് 18 കോട്ടയം. പാലക്കാട് അഗളിയിൽ കഞ്ചാവ് തോട്ടം തെരഞ്ഞുപോയി വനത്തിലകപ്പെട്ട പോലീസ് ഫോറസ്റ്റ് സംഘത്തെ പുറത്തെത്തിച്ചു. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ R സുബൈറിന്റെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം ഇന്നലെ രാത്രി 11:45 വനത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്തിയത്. അഗളി DYSP അടക്കമുള്ള സംഘമാണ് വഴി തെറ്റിയതിനെ തുടർന്ന് കാട്ടിൽ അകപ്പെട്ടത്. S വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാവിലെയാണ് 14-അംഗ പോലീസ് ഫോറസ്റ്റ് സംഘം കഞ്ചാവ് തിരഞ്ഞ് അട്ടപ്പാടിയിലുള്ള സൈലന്റ് വാലി മലനിരകളിലെത്തിയത്. അതിനുശേഷം ഇവർ കഞ്ചാവ് കൃഷി ചെയ്തിരിക്കുന്നത് നശിപ്പിക്കുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിലൂടെ ചുറ്റിക്കറങ്ങുകയും മലയുടെ പല ഭാഗങ്ങളിലൂടെ കറങ്ങുകയും അങ്ങനെ പലയിടത്തായി കഞ്ചാവ് കൃഷികൾ കണ്ടെത്തുകയും ഇത് പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ ദൗത്യം, ഈ 14-അംഗ സംഘത്തിൻ്റെ ദൗത്യം പൂർത്തിയായത് സന്ധ്യയോടുകൂടിയാണ്. അതിനുശേഷം ഇവർ മലയിറങ്ങുന്നതിനിടയിലാണ് വഴിതെറ്റി വനത്തിൽ അകപ്പെടുന്നത്. തുടർന്ന് പുറത്തു കടക്കാനാവാതെ അകപ്പെട്ടതോടുകൂടി കൃത്യമായി തന്നെ വനം പോലീസ് വിഭാഗങ്ങളെ അറിയിച്ചു. തുടർന്ന് ഈ റെസ്ക്യൂ സംഘത്തും 11:45 റെസ്ക്യൂ സംഘം ഇവിടേക്ക് തിരിച്ചു, അതായത് വനമേഖലയിലേക്ക് തിരിച്ചു. അപ്പോഴത്തേക്ക് ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് വന്യമൃഗശല്യവും ഉൾപ്പെടെയുള്ളതാണ്. പക്ഷേ എല്ലാവിധ സായുധ സന്നാഹങ്ങളോട് കൂടിയാണ് ഈ കഞ്ചാവ് നശിപ്പിക്കുന്നതിന് സംഘം പോയതുകൊണ്ട് തന്നെ അവർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ വനമേഖല ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യവും ഒപ്പം തന്നെ മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്നൊരു പ്രദേശം കൂടിയാണ്. എങ്കിൽ പോലും ഈ 11:45 സംഘം എത്തിയത് വരെ ഇവർ ഭക്ഷണം പോലും കഴിക്കാനാവാതെ ഈ 14-അംഗ സംഘം ഇതിനകത്ത് കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്.
തുടർന്ന് ഇവരെ കണ്ടെത്തിയ ശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവരെ പുറത്തേക്ക് എത്തിച്ചത്. മണ്ണാർക്കാട് ആറാട്ടിയിലുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിനെ, അട്ടപ്പാടി റേഞ്ചിലെ കീഴിലുള്ള ടീം മെമ്പേഴ്സിനെയും കൂടി നമ്മളൊരു ടീം ഫോം ചെയ്തു. നമ്മളവരെ ഒരു 9:45 മുരുകള ഊരുന്നവർ രാത്രിയിൽ മൂവ് ചെയ്തു, സ്പോട്ടിലേക്ക് മൂവ് ചെയ്തു. രാത്രി 11:45 സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തു. അവർ കംപ്ലീറ്റ്ലി ടയേർഡായിരുന്നു. അതിനുശേഷം അവരെ നമ്മൾ റോപ്പും അതുപോലെ സേഫ്റ്റി ഹാർനസ് എല്ലാം ഉപയോഗിച്ച് താഴെ കൊണ്ടുവന്നു, സേഫായിട്ട് കൊണ്ടുവന്നു. ഇഞ്ചുറീസ് ഒന്നുമില്ല. രാവിലെ 6 മണിയായി അവരെ താഴെ എത്തിക്കാൻ വേണ്ടി. അപ്പം ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഈ മണിക്കൂറുകളോളം വലിയ ക്ലേശം അനുഭവിക്കും, ഒപ്പം പോലീസുകാർക്കുൾപ്പെടെ വലിയ ഭയവും തോന്നിയ നിമിഷങ്ങളാണ് കടന്നുപോയത്. കാരണം വനത്തിന് പുറത്ത് കിടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സത്യങ്കല എന്ന് പറയുന്ന മലനിരകളാണ്. ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മല്ലീശ്വരൻ മുടിയുടെ ഒരു ഭാഗമാണ് ഈ സത്യങ്കല വനം. അതിൻ്റെ താഴ്ഭാഗങ്ങളെ പൂർണ്ണമായും സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിലെ ഏറ്റവും സംരക്ഷിത വനമേഖല കൂടിയാണ്. ഇവിടെ സാധാരണ നിലയിൽ ഇവിടെ കഞ്ചാവ് കൃഷി വ്യാപകമായി നടക്കാറുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെത്തിയത്. ഇത് കഞ്ചാവ് കൃഷി നശിപ്പിച്ച ശേഷമാണ് ഇവർ വനത്തിൽ ഒറ്റപ്പെടുന്നത്. 14 പേരുടെ ടീമാണ് പോയത്. പിന്നെ ഒരു മണ്ണാർക്കാട് നിന്നും പിന്നെ ആറാട്ടിയുടെ ടീം വന്നു. അവര് കൃത്യമായിട്ടുള്ള ഒരു ഹെൽപ്പിങ്ങിലൂടെ ഞങ്ങൾ താഴെത്തി. കഞ്ചാവ് തോട്ടം നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കേസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഈ രാത്രി അവിടെ കഴിഞ്ഞത് വലിയ ക്ലേശകരായിരുന്നു. കുറച്ച് സമയം എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ കുറച്ച് സമയം ബുദ്ധിമുട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവരെത്തി, അവര് അല്ലാതെ ഹെൽപ്പ് ചെയ്തു. മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം വകുപ്പും സംയുക്തമായാണ് ഇത്തരത്തിൽ കഞ്ചാവ് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത്. തുടർന്നാണ് ഇവിടെ വനത്തിൽ അകപ്പെട്ടു പോയത്. നമുക്കറിയാം, ഈ വനമേഖലയിൽ നിന്ന് പരിചിതരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലും വഴി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഘടമായ ഒരു പ്രദേശം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെങ്കുത്തായ മലനിരകളാണ്. ഏത് ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങോട്ടെത്തും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണയില്ലെങ്കിൽ ഇതിനകത്ത് അകപ്പെടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വഴികളെല്ലാം തന്നെ കൃത്യമായി അറിയുന്ന വനം വകുപ്പ് പോലും ഇതിനകത്ത് നിസ്സഹായരാകുന്ന ഒരു അവസ്ഥയാണ്. തുടർന്ന് റെസ്ക്യൂ സംഘം എത്തുകയും നീണ്ട മണിക്കൂറുകളോളം തെരഞ്ഞ ശേഷമാണ് ഇവർ അകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് എത്താൻ കഴിയുന്നത്. അപ്പോഴത്തേക്ക് 11:45 പിന്നീട് ഇവരെ കൃത്യമായി തന്നെ, അതുവരെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു ഇവർ കരുതിയിരുന്നത്. ഈ റെയ്ഡിന് പോയിരുന്ന കഞ്ചാവ് റെയ്ഡിന് പോയിരുന്ന സംഘം പിന്നെ അവർക്ക് ഭക്ഷണവും വെള്ളമെല്ലാം നൽകിയിരുന്നു. അവർ വലിയ അവശരായിരുന്നു, പലരും അതിൽ അവശരായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തുടർന്നാണ് ഇവരെ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഇവരെ പുറത്തെത്തിച്ചു. 7:30 അവരെ 7:30 മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാവരെയും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അട്ടപ്പാടിയിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. എതിരായ അപകീർത്തി പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതീവ ഗുരുതരമായ ആരോപണം ആണ് ഇപ്പോൾ PV അൻവർ MLA പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവടക്കം നന്ദിപ്രമേയ ചർച്ചയിൽ ഇനി സംസാരിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ വിധി അല്പസമയത്തിനകം. പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ബാബുവിൻ്റെ സഹോദരൻ ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെ സ്വത്ത് തർക്കത്തെ തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുക. നേരത്തെ തന്നെ കോടതി പ്രതിയായ ബാബു കുറ്റക്കാരനാണെന്ന് കണ്ടിരുന്നു. കൊലപാതകവും അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമങ്ങളും നിലനിൽക്കുമെന്ന കുറ്റങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നതായി കോടതി കണ്ടെത്തിയിരുന്നു. ഇയാൾക്കെതിരെയുള്ള സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാം പരിശോധിച്ച ശേഷമാണ് കോടതി ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും അത് പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രതിഭാഗം ഇതിൽ ബോധിപ്പിച്ചത് ഇതിൽ നേരത്തെ പ്രതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ ഈ വിചാരണ കാലയളവിലെ നല്ല നടപ്പും പരിഗണിക്കണമെന്ന അപേക്ഷയുമാണ് കോടതിക്ക് മുന്നിലേക്ക് വെച്ചത്. അതേസമയം പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം. 3 പേരെ കൊലപ്പെടുത്തിയ സംഭവമാണ്. ഒപ്പം തന്നെ മറ്റ് സഹോദരങ്ങളെയും ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളും സാക്ഷികളുമുണ്ട്. അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട്
പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിധിയിന്മേലുള്ള വാദങ്ങൾ നടന്നിരുന്നു. ഇത് പൂർത്തിയായി 2 ദിവസം കൊണ്ട്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുന്നത്. 2:30 കേസിൽ വിധി പ്രസ്താവിക്കുക. 2018 കേസിനാസ്പദമായ സംഭവം അങ്കമാലി മൂക്കന്നൂരിൽ നടക്കുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് ബാബു തൻ്റെ സഹോദരനെയും അതോടൊപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യയെയും മകളെയുമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ സഹോദരൻ്റെ മകളുടെ 2 മക്കൾക്കും ഇരട്ടക്കുട്ടികളായ 2 പേർക്കും ഈ സംഭവത്തിൽ ഇതിൽ വെട്ടേറ്റിരുന്നു. അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തൊരാളുടെ കേസായി തന്നെ ഇത് പരിഗണിക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. ഇന്ന് 2:30 കോടതി ഈ കേസിൽ വിധി പറയും. പമ്പയിലും പന്തളത്തും മാലയൂരി മടങ്ങിയത് കപടഭക്തർ എന്ന് ദേവസ്വം മന്ത്രിയുടെ വിവാദ പ്രസ്താവന. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കെ രാധാകൃഷ്ണൻ. പ്രസ്താവനയ്ക്ക് പിന്നാലെ BJP, ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ മന്ത്രിക്കെതിരെ രംഗത്തെത്തി. ഇതര സംസ്ഥാന ഭക്തർ ഉൾപ്പെടെ എത്തുന്ന ശബരിമലയിൽ സൗകര്യം ഒരുക്കാതെ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തീർത്ഥാടകർ ക്യൂ നിന്നത് 16 മുതൽ 18 മണിക്കൂർ വരെ. നിലയ്ക്കലിൽ നിന്ന് കുത്തിനിറച്ച് യാത്ര നടത്തിയ ബസ്സുകളും ബസ് പോലും കിട്ടാതെ വലഞ്ഞ അയ്യപ്പ ഭക്തരും ദുരിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞു. എന്നിട്ടും ഇതെല്ലാം ചിലർ ആസൂത്രിതമായി നടത്തിയതാണെന്ന് ദേവസ്വം മന്ത്രി. മാത്രമല്ല, സന്നിധാനത്തെത്താതെ മാലയൂരിയത് കപടഭക്തരാണ് എന്നും മന്ത്രി പ്രസ്താവിച്ചു. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപടഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് വീഴ്ചയാണ് ആസൂത്രണത്തിലെ പ്രധാന പിഴവായി പ്രതിപക്ഷത്ത് നിന്ന് M. വിൻസെന്റ് MLA ചൂണ്ടിക്കാട്ടിയത്. അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000-ആയി പരിമിതപ്പെടുത്തി. അതിന്റെ തൊട്ടടുത്ത ദിവസം അത് 70,000-ഓ 80,000-ഓമായി മാറി. അപ്പൊ 80,000 പേർ വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഭക്തർ എത്തുന്ന ശബരിമലയിൽ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു. പക്ഷേ സർക്കാരിന് നല്ലതല്ല. മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. ഏറെ മാനസിക ബുദ്ധിമുട്ടോടെയാണ് ഭക്തർ മാല ഊരി മടങ്ങിയത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ക്യൂ നിന്ന് കുഴഞ്ഞു വീണാൽ എന്തു ചെയ്യുമെന്നും കെ രാധാകൃഷ്ണൻ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണെന്നും സുരേന്ദ്രൻ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കും? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്? അത് ശബരിമല തീർത്ഥാടനത്തിലെ ഒരു ആചാരമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കളിയാക്കിയിരിക്കുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ശബരിമല തീർത്ഥാടകരോടായതുകൊണ്ടാണല്ലോ താങ്കൾ ഇത്രയും മ്ലേച്ഛമായ നീചമായ പരാമർശങ്ങൾ നടത്തുന്നത്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, News 18. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5,775 രൂപ, പവന് 46,200 രൂപ. 18 ക്യാരറ്റ് 4,750, പവൻ 8,000, 38,000 രൂപ. വെള്ളി ഗ്രാമിന് 78, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.